അമ്മാ ഇനി ഒരേ പാദസരവും ഇല്ല, അത് ചരടാ കിടക്കുന്നത്. അതല്ലമ്മ, അമ്മയ്ക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു അമ്മ, ഞാൻ അറിഞ്ഞില്ലമ്മ. എന്തായാലും സ്വത്തൊക്കെ അമ്മയ്ക്ക് തന്നെ തരും ഞാൻ. അമ്മയ്ക്കകത്ത് തന്നെ തരും, അതൊക്കെ ശരിയാ. പക്ഷെ നിന്റെ ഈ കല്യാണം ഇങ്ങനെ നടത്തണമെന്നല്ലായിരുന്നു ഈ അമ്മക്ക് ആഗ്രഹം. 10 പേരെ വിളിച്ച് ഒരു വിള ചോറ് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അറിയാവോ നിനക്ക്? ഇന്നലെ ആഹാരം ഇല്ലാന്നിട്ട് പട്ടിയുടെ ബിസ്ക്കറ്റ് എന്നിട്ട് പട്ടി ഇന്നലെ പട്ടിണിയായിരുന്നു. എന്നിട്ട് പറയാം ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന്. സംസാരിക്കരുത് ഈ പറഞ്ഞ. എന്തോ അമ്മ? അയ്യോ കസേര നിന്റെ അടുത്ത് ഇത് നന്നാക്കാൻ പറഞ്ഞായിരുന്നാടാ. ഞാൻ ഒട്ടിച്ച് വെച്ചായിരുന്നമ്മ. ആണോ? ഒട്ടിച്ച് വെച്ച് കുഴപ്പമില്ല. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാടാ. അമ്മ പൈസ കിട്ടുമ്പോ നമുക്ക് മേടിക്കാം. അയ്യോ ഇതിലെ അമ്മ കുത്തി കേറി. അമ്മേ ഭയങ്കര പരാതി പറച്ചില്. നമ്മുടെ കല്യാണം കാണാൻ പറ്റാത്തോണ്ട് അത് നമ്മൾ ചെയ്ത തെറ്റാണ്. സത്യം പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യ്, നമ്മള് കല്യാണം അമ്മയുടെ മുന്നിൽ വെച്ച് നടത്താം. ഒരു ഡേറ്റ് പറമ്മ. ചിങ്ങം കന്നി കലണ്ടറല്ലേ വേണ്ടത്? എടാ ഒരു കാര്യം ചെയ്യും, വരുന്ന 24-ാം തീയതി ഉറപ്പിക്കും. 24-ാം തീയതി എനിക്ക് പറ്റൂലേ? അതെന്നാ 24-ാം തീയതി ഫസ്റ്റ് ഡിവോഴ്സിന്റെ കേസ് നടക്കുക. കൊച്ചെ പരീക്ഷ ആകുമ്പോ അങ്ങനെ തോക്കും, നമുക്ക് വീണ്ടും എഴുതിയെടുക്കാം. അത് എന്റെ പൊന്നമ്മേ, ഇത് പരീക്ഷയൊന്നുമല്ല. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം. അമ്മ ഇവിടെ ഒന്ന് കെട്ടിയതാണോ? ഒരു കാര്യം ചെയ്യും, 24-ാം തീയതി പോട്ടെ, കോടതി പോയിട്ട് വന്നിട്ട് 25-ാം തീയതി ആക്കട്ടെ. അതും പറ്റും തോന്നില്ല. എന്റെ രണ്ടാമത്തെ കല്യാണത്തിന്റെ ഡിവോഴ്സ് കേസിന്റെ വാദം അന്ന് തുടങ്ങാം. അമ്മ ഇവിടെ 2 കെട്ടിയതാ. ഹലോ, ഇവളുടെ ലിസ്റ്റിൽ എത്രാമത്തെ കാർഡാ നിന്റെ? ഞാൻ 4. ഇനി ആരെങ്കിലും വന്നാ വെയിറ്റിംഗ് ലിസ്റ്റാ. ആണോ? ഞാൻ കൊണ്ടുവന്നല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു തീരുമാനം എടുക്കും, ഒരു ഡേറ്റ് എടുക്കും. നമ്മളെന്ന് പറഞ്ഞ അടുത്ത മാസം നിനക്ക് പറ ഏതെങ്കിലും ഒരു ഡേറ്റ്. 1-ാം തീയതി. അടുത്ത മാസം 1-ാം തീയതി അമ്മ. അടുത്ത മാസം 1-ാം തീയതി? അത് പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. എന്താ അമ്മ? എടാ നിന്റെ അച്ഛൻ 22 വർഷം മുമ്പ് 5-ാമത് കെട്ടുന്നെന്ന് പറഞ്ഞു പോയപ്പോ ഉപേക്ഷിച്ച് പോയില്ലേ? അന്ന് കൊടുത്ത കേസിന്റെ വിധി തുടങ്ങുന്ന ദിവസമാ അത്. ആണോ? അപ്പൊ ഞങ്ങളുടെ ഈ വലിയ രീതിയിലുള്ള കല്യാണം 3 മാസം കഴിയട്ടടാ. അത് മതി.